പേര് പറയുന്നു അവിടെ കാട്ടിൽ അവിടെ ഭയങ്കര ആൾക്കാർ കയറി അവിടെ പ്രശ്നമാക്കുന്നുണ്ട്, അതുകൊണ്ട് മൃഗങ്ങൾ കാട്ടിലേക്കൊന്നും ഒരു മനുഷ്യനും പോകുന്നില്ല. ഒരു വിറകെടുക്കാൻ പോലും പോകുന്നില്ല. എല്ലാവരും പഴയ രീതിയൊക്കെ മാറി, എല്ലാവരും വീട്ടിലും ഗ്യാസും കാര്യങ്ങളൊക്കെ ആയി. ഒരാളൊരു വിറകെടുക്കാൻ പോലും ഒരാളും പോകുന്നില്ല അല്ലേ? കാട്ടിലേക്ക് ആൾക്കാർ പോയിട്ടൊന്നുമല്ല, അത് മൃഗങ്ങളുടെ എണ്ണം കൂടിയിട്ട് തന്നെയാണ്. മൃഗങ്ങളുടെ എണ്ണം പെരുകി, അതുങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതെ അതെ, മൃഗങ്ങൾക്ക് അവിടെ കാട്ടിൽ നിൽക്കാനുള്ള സൗകര്യം അവർക്ക് അവിടെ ഇല്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്കാന്ന് വെച്ചാൽ ആ ചെറിയ പോർഷക്കടയൊക്കെ വെച്ചാൽ ഓടി കളിച്ച് നടന്ന ടീമാണ് ഞാൻ. ഇപ്പോൾ ഓടി കളിക്കാൻ വേണ്ടി കയറി നടക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ലക്ഷക്കണക്കിന് ചൂറിൻ്റെ തൈകളാണ് കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കടെ അങ്ങ് വെച്ച് പിടിപ്പിച്ചു, അടിക്കാടി വെട്ടി കളഞ്ഞിട്ട്. സ്വാഭാവികമായി അടിക്കാടി വെട്ടി കളഞ്ഞിട്ട് ഇതങ്ങ് വെച്ച് പിടിപ്പിച്ചു. ഇപ്പോൾ എന്തുകൊണ്ട് ഇത് മൊത്തം കയറി കോർത്ത് കിട്ടി ഞാൻ കിടക്കുകയാണ്. ബാക്കി വലിയ മരങ്ങൾ അവിടെ നിൽപ്പുണ്ട്, പിന്നെ അടിപൊളി ചൂറിൽ മൊത്തം കയറി കോർത്ത് കിട്ടുക. ഒരു മൃഗം അതിനകത്ത് കയറി കിടക്കാൻ ആനയ്ക്കോ സാധനത്തിനോ ചതിരൊന്നും ആനശല്യം ഇല്ലല്ലോ. അപ്പം വന്നാൽ തന്നെ ആ ഫെൻസിങ്ങിൻ്റെ സൈഡ് വഴി അതിര് വഴി വന്നിട്ട് മാത്രമേ ആന പോകുള്ളൂ. ആനേൻ്റെ ഉള്ളിൽ കയറിയാണ്, ഉള്ളിൽ കയറാൻ ആവില്ല. അശാസ്ത്രീയമായ മൃഗപരിപാലനം അത് വന സംരക്ഷണം. നിലവിലുണ്ടായിരുന്ന വനം നശിപ്പിച്ചിട്ടാണ് ഇപ്പോൾ പുതിയ വന സംരക്ഷണം ഉണ്ടാക്കുന്നത്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് ഇല്ലാതാകുന്നത് കർഷകർ മാത്രമേ ഉള്ളൂ. കർഷകർ മാത്രമല്ല, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഭാവിയിൽ വരാൻ പോകും. മൊത്തം മനുഷ്യർക്കും ഇവിടെ മാത്രമൊന്നുമല്ല. എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ നമ്മൾ ചതുരൂർ പോർഷയിൽ പോലും ഒരു ആന വന്നിട്ടില്ല. ചതുരൂർ പോർഷയിൽ തന്നെ അപൂർവ ആനകൾ എപ്പോഴും വരുന്നത്. ഇപ്പോൾ അത് പോയിട്ട് അവിടുന്ന് 15 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഇവിടെയാണ് ആന വരുന്നത്. അതെ സത്യം. എന്നാലോചിച്ച് നോക്കി എന്താ അവസ്ഥ എന്നുള്ളത്. ഇനി കൂടി വരികയല്ലേ? ഇനി കൂടി വരും. അല്ല കുറയുന്നില്ലല്ലോ, ഇതിൻ്റെ എണ്ണം കുറയുന്നില്ല. നമ്മളിപ്പോൾ മൃഗങ്ങളെ കൊല്ലണം അതൊന്നും പറയുന്നത് അതൊന്നും ശാശ്വതമല്ല, അതൊന്നും നടക്കുന്ന കേസുമല്ല. പക്ഷെ അതിനെ അവിടെ തന്നെ നിർത്താനുള്ള സംവിധാനം ഈ വനം ഉണ്ടല്ലോ. ഇവർ പറഞ്ഞ് വനം കുറഞ്ഞു വരുവാന്ന്. വനം കൂടി വന വിസ്തൃതി കൂടി വരും. ആ കൂടി വരുമ്പോൾ അതനുസരിച്ച് അതിനെ ഞങ്ങളെ അവിടെ നിർത്താനുള്ള ഒരു സംവിധാനം ആക്കണം. അത് ഇവർക്ക് ചെയ്യാൻ അറിയത്തില്ല. കാരണം ഇവർ നിലവിലെന്ന് വെച്ചാൽ വനത്തിനകത്ത് ആരും കയറാതിരിക്കാനും അല്ല മൃഗങ്ങൾ നടക്കാതിരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കി വെക്കുന്നു. മൃഗങ്ങളെല്ലാം നാട്ടിൽ പുറത്തോട്ട് എലിയെ പേടിച്ചു ചൂടുക, അത് തന്നെ പരിപാടി. ഇതൊന്നും ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒന്നുമല്ല, ഇതെല്ലാം പൈസ അടിച്ച് മാറ്റാനുള്ള പരിപാടിയാണ്, അത് വേറൊന്നുമല്ല. കാരണം ഈ ചൂരിലൊക്കെ വെച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അന്ന് VSS എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടാക്കി. ആ സംഘത്തിൽ ഞാനും അങ്ങുമായിരുന്നു. അങ്ങനെ സംഘം ഉണ്ടാക്കിയിട്ട് ആ സംഘം മുഖാന്തരമാണ് ഇത് മുഴുവൻ നടത്തിയത്. ആര് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി എന്താ കോടിക്കണക്കിന് ചൂരിലാണ് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച് ഇതിനകത്ത് മുഴുവൻ നശിപ്പിച്ച് ആക്കി വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ കാണാം. അന്ന് ഇതുപോലെ ചാനലുകാരൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേട്ടാ ഇത് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ഇപ്പം നിലവിലുള്ള മരങ്ങൾ മുറിച്ച് കളഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് ശാസ്ത്രീയമായ പരിപാടിയല്ല.